വെൽക്കം ബാക്ക് ടു വിവോൾ കാർ കെയർ. ഇന്ന് നമ്മുടെ ഗാരേജിൽ ബുക്കിംഗ് ആയിട്ട് എത്തിയുള്ളത് 3 XC60 സ്പാ സീരീസ് ആണ്. സ്പാ സീരീസ് എന്ന് വെച്ചാൽ സ്കെയിലബിൾ പ്ലാറ്റ്ഫോം ആർക്കിടെക്ചർ എന്നാണ്. അപ്പോൾ ആ സീരീസിലുള്ള 3 വെഹിക്കിളും 2 വെഹിക്കിൾ സെയിം എഞ്ചിൻ കോഡും വേറൊരു വെഹിക്കിൾ മറ്റൊരു മൂന്നാമത്തെ വെഹിക്കിൾ എന്ന് പറഞ്ഞത് ഡിഫറൻ്റ് ആയുള്ള എഞ്ചിൻ കോഡാണ്. അപ്പോൾ ആ എഞ്ചിൻ സീരീസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് തന്നെ ഈ 3 വെഹിക്കിളും ഡീസൽ സീരീസുള്ള എഞ്ചിനാണ്. അപ്പോൾ ഫസ്റ്റത്തെ വെഹിക്കിൾ എന്ന് പറയുന്നത് XC60 ഇൻസ്ക്രിപ്ഷൻ വേരിയൻ്റ് ആണ്. ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് വേരിയൻറ്റ്. 2 വേരിയൻ്റാണ് വെഹിക്കിളിന് XC60 വരുന്നത്. അതായത് ഒന്ന് ഇൻസ്ക്രിപ്ഷൻ, ഒന്ന് മൊമെൻറ്റം. അതായത് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേരിയൻറ്റ്, ടോപ്പ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻ. ഇതെല്ലാം ഡീസൽ സീരീസിനാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ മേളിലൊക്കെ ഹൈബ്രിഡ് സീരീസ് ഒക്കെ ഉണ്ടായി. T8 അങ്ങനെയൊക്കെയാണ് സ്പെക്ക് വരുന്നത്. അത് നമുക്ക് നമ്മുടെ നാട്ടിൽ വരുന്നില്ല. അത് XC90 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ D5 ഓൾ വീൽ ഡ്രൈവ്, അതുപോലെ തന്നെ ഇൻസ്ക്രിപ്ഷൻ. ഈ 4 ബാഡ്ജിങ്ങനെ ടോട്ടലി വന്നുള്ളത്. ഇതിനകത്ത് D എന്ന് പറഞ്ഞാൽ ഡീസൽ സീരീസ്, 5 എന്ന് പറയുമ്പോൾ അത് HP ബേസ് ചെയ്തിട്ടാണ്. 200 above ഉള്ള HP സീരീസ് വരുന്നത് എല്ലാതും D5ലാണ് വരുന്നത്. അതുപോലെ ഇൻസ്ക്രിപ്ഷൻ ടോപ്പ് വേരിയൻറ്റ്, അതുപോലെ ഓൾ വീൽ ഡ്രൈവ്. D5 എന്ന് പറയുമ്പോൾ ഈ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ 235 HP വരുന്ന ഒരു 2 ലിറ്റർ പെട്രോൾ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ട്വിൻ ടർബോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടർബോ ലാഗ് കുറയ്ക്കാൻ പവർ സിസ്റ്റം അങ്ങനെ യൂണിറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ D5 D4 എന്നുള്ളതിൻ്റെ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത സ്പെക്ക് നമുക്ക് നോക്കാം. സെക്കൻഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് D4 ആണ്. അതായത് ഡീസൽ 4 സിലിണ്ടർ 190 HP ഓൾ വീൽ ഡ്രൈവ്. ഇതിനകത്ത് ഇൻസ്ക്രിപ്ഷൻ്റെ ടാഗ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഡിഫറൻ്റായി കാണുന്നത് ഒരു ബ്ലൂ കളർ പോൾസ്റ്റാർ പ്ലസ് എന്ന് പറഞ്ഞൊരു ടാഗാണ്. അപ്പോൾ ഇത് വരുന്നത് ഡീസൽ 4 സിലിണ്ടറിൽ 190 HP, അതുപോലെ തന്നെ ട്വിൻ ടർബോ ആണ് ഈ വെഹിക്കിളിനകത്ത് വരുന്നത് തന്നെ. ടോർക്കിൽ മാത്രം ചെറിയ വേരിയേഷൻ ഉണ്ട്. ഇതും ഓൾ വീൽ ഡ്രൈവ് സ്പെക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെഹിക്കിൾ അഡീഷണലി ട്യൂൺഡാണ്. അതായത് വോൾവോ തന്നെ ഓൺ സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് പോൾസ്റ്റാർ ട്യൂണിംഗ് ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ റെസ്പോൺസിൽ വേരിയേഷൻ കൂടും ചെയ്യും, അതുപോലെ തന്നെ മൈലേജ് ഷോർട്ട് ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ട്യൂണിംഗ് സിസ്റ്റമാണ്. അത് വോൾവോ തന്നെ ഓൺ പ്രൊഡക്റ്റ് ആയിരുന്നു. അറൗണ്ട് 2018 to 19 ടൈമിനായിട്ട് നമുക്കത് പോൾസ്റ്റാർ എന്ന് പറഞ്ഞ സെക്ഷൻ അവർ സെപ്പറേറ്റ് ആയി. ഇത് വോൾവോ തന്നെ അണ്ടറിലാണ്. ഇപ്പോൾ ടൊയോട്ട ലെക്സസ് എന്നൊക്കെ പറഞ്ഞ പോലെ പോൾസ്റ്റാർ ടൂണ്ട് വെഹിക്കിൾസ് പോൾസ്റ്റാർ എന്ന് പറഞ്ഞ സ്പെസിഫിക്കേഷൻ ആയിട്ട് സെപ്പറേറ്റ് ആയി. അത് ഇലക്ട്രിക് സ്പോർട്സ് കാർസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല. ഈവൻ മിനിമം 1 ഇയറിൽ കഴിയുമ്പോൾ ചിലപ്പോൾ ലോഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ബാക്കി എല്ലാ കൺട്രീസിലും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തേർഡ് വെഹിക്കിളും നമുക്ക് വന്നുള്ളത് D5 ഇൻസ്ക്രിപ്ഷൻ വേരിയൻ്റ് ആണ്. ഈ ഇൻസ്ക്രിപ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ടോപ്പ് വേരിയൻറ്റ്. നമ്മൾ നേരത്തെ ഫസ്റ്റത്തെ വെഹിക്കിൾ പറഞ്ഞ പോലെ തന്നെ ഇൻസ്ക്രിപ്ഷൻ ടോപ്പ് വേരിയൻറ്റ് ഓൾ വീൽ ഡ്രൈവ് സ്പെക്കാണ്. എഞ്ചിൻ 235 HP ആണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വോൾവോ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ വോൾവോ സർവീസ് റിലേറ്റഡ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഫേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് റിപ്പയർ ഓപ്ഷൻ പല കാര്യങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 24/7 നമുക്ക് ബ്രേക്ക് ഡൗൺ സപ്പോർട്ട് ഉണ്ട്. താങ്ക് യു.